SFIOക്കെതിരെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട എക്സാലോജി കമ്പനി കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകി. കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് എതിർകക്ഷികൾ. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബിനിൽ, ഹർജിയിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഇതിന്റെ കാരണമെന്നത് എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ആസ്ഥാനം എന്നത് ബംഗളൂരുവായിരുന്നു. അതുകൊണ്ടാണ് അവർ കർണാടക ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എക്സാലോജിക് സൊല്യൂഷൻസ്. ഈ എക്സാലോജിക് സൊല്യൂഷൻസും ആലുവയിലെ CMRL കമ്പനിയും തമ്മിൽ നടത്തിയിരിക്കുന്ന വിവാദ പണമിടപാടാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നത്. 2 ദിവസമായി കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി SFIO ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നിരുന്നത്. ഇന്ന് അടിയന്തരമായിട്ടാണ് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക് സൊല്യൂഷൻസ് ഹർജിയുമായി എത്തിയിരിക്കുന്നത്. ഈ ഹർജിയിൽ തുടർ നടപടികൾ കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇന്നലെ KSIDC SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. എന്നാൽ ആ സ്റ്റേ ആവശ്യം കേരള ഹൈക്കോടതി നിരാകരിക്കുകയാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ KSIDC കേരള ഹൈക്കോടതിയിലേക്ക് വന്ന് ഈ അന്വേഷണം തടയാൻ ശ്രമിച്ചു. അതിന് കഴിഞ്ഞില്ല. തുടർന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ നേരിട്ട് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ ഈ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടെത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഈ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഹർജിയെ ശക്തമായി എതിർക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഇന്നലെ കേരള ഹൈക്കോടതിയിൽ KSIDCയുടെ ഹർജി എത്തിയപ്പോഴും കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് ഒളിക്കാനില്ല എങ്കിൽ എന്തിനന്വേഷണത്തെ ഭയപ്പെടുന്നുവെന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. രേഖകൾ ഹാജരാക്കി അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടതെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. അതേ നിലപാട് തന്നെയായിരിക്കും അവർ കർണാടക ഹൈക്കോടതിയിലും സ്വീകരിക്കുക. എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത്? അന്വേഷണവുമായി സഹകരിക്കണം, രേഖകൾ നൽകണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു KSIDC ഹർജിയിൽ ഇന്നലെ ഹൈക്കോടതി സൂചിപ്പിച്ചതും കേന്ദ്രം ഉൾപ്പെടെ അവരുടെ ഭാഗം നിർത്തിയതും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ എക്സാലോജിക്കിൽ വീണ വിജയൻ മുന്നോട്ട് പോകുമ്പോഴും വീണ മുന്നോട്ട് പോകുമ്പോഴും സമാനമായി തന്നെയായിരിക്കുമല്ലോ കോടതിയിൽ നിന്നൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത. മാത്രമല്ല എക്സാലോജിക്കിലേക്ക് കൂടി നേരിട്ട് അന്വേഷണം നീങ്ങുമ്പോഴാണല്ലോ ഇപ്പോഴും വീണയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്, അല്ലെ, നീക്കം ഉണ്ടാകുന്നത്. SFIO ഏത് നിമിഷവും വീണയ്ക്ക് സമൻസ് നൽകാനുള്ള സാധ്യതയാണുള്ളത്. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എക്സാലോജിക് സൊല്യൂഷൻസ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് ആദ്യം CMRLൽ SFIO ഉദ്യോഗസ്ഥരെത്തുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ 10 വർഷത്തെ അവരുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള KSIDCയിലേക്ക് SFIO ഉദ്യോഗസ്ഥരെത്തുന്നു. ആ KSIDCയുടെ മിനിറ്റ്സ് അടക്കമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി അവർ എക്സാലോജിക്കിലേക്കും മുഖ്യമന്ത്രിയുടെ മകളിലേക്കും അന്വേഷണം എത്തുമെന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് എക്സാലോജിക്ക് ഒരു 2ാം ശ്രമം എന്ന നിലയിൽ കർണാടക ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം KSIDCയാണ് ഈ അന്വേഷണം തടയാനായി നീങ്ങിയത്. പക്ഷേ അന്വേഷണം തടയാൻ കേരള ഹൈക്കോടതി തയ്യാറായില്ല. അന്വേഷണവുമായി മുന്നോട്ട് പോകുക എന്നതായിരുന്നു കേരള ഹൈക്കോടതി അവർക്ക് മുന്നിൽ വെച്ച നയം. എന്തായാലും ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ ഇതേ ആവശ്യവുമായി മുഖ്യമന്ത്രിയുടെ മകൾ എത്തുമ്പോൾ കോടതിയുടെ നിലപാട് എന്ത് എന്നത് വ്യക്തമാകാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ശക്തമായ വാദഗതികൾ കർണാടക ഹൈക്കോടതിയിലും മുന്നോട്ട് വയ്ക്കും. കാരണം അവർക്ക് കേരള ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനുകൂലമായ ഇടക്കാല നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹർജി നിരാകരിക്കണമെന്ന ആവശ്യം തന്നെയായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുക. എന്തായാലും എന്തുകൊണ്ട് ഈ അന്വേഷണത്തെ ഇവർ ഭയപ്പെടുന്നുവെന്ന ചോദ്യമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒളിക്കാനില്ല. സാധാരണക്കാർ ഇപ്പൊ കോടതിയിൽ നിന്ന് മാത്രമല്ല കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ടല്ലോ. പ്രത്യേകിച്ച് CPM ഉൾപ്പെടെ ഈ വിഷയത്തിൽ പറഞ്ഞത് വീണയുടെ കമ്പനി സുതാര്യമാണെന്നുള്ള കാര്യമാണല്ലോ ആവർത്തിച്ച് പറഞ്ഞത്. അന്വേഷിക്കട്ടെ, ഏത് അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെ എന്ന് പറയുന്നവർ പിന്നെ എന്തിന് SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട കർണാടക ഹൈക്കോടതിയിലേക്ക് പോകണമെന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ എന്തുകൊണ്ട് SFIO അന്വേഷണം തടയണമെന്നുള്ളതാണ് ഈ ഹർജിയിൽ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നത് ആലുവയിലെ CMRL കമ്പനി ഓഹരി ലിസ്റ്റ് ചെയ്ത് കമ്പോളത്തിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ള ഓഹരി വഴി
പണം വാങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഓഹരി ഉടമകളോട് ആ സ്ഥാപനത്തിന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ സ്ഥാപനത്തിന്റെ പണം ദുർവ്യയം ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ദുർവ്യയം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പരിശോധിക്കാൻ